സമർപ്പണം സ്നേഹത്തിൻ്റെ അളവുകോൽ അത്രേ. നമുക്കുള്ളതിനെ ദൈവഹിതത്തിന് സമർപ്പിക്കുവാൻ കഴിയണം. അതിൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും അടങ്ങിയിരിക്കുന്നു. വിശുദ്ധ കന്യകമറിയാം ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ച് ദൈവത്തോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ദൈവഹിത പൂർത്തീകരണത്തിന് സമർപ്പിച്ച വിശുദ്ധ കന്യകമറിയാമിനെ തേടിയെത്തിയത് കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും കൂമ്പാരമായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരുന്ന സമയത്ത് അനുഭവിച്ച പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും, ചോരക്കുഞ്ഞുമായി മിസ്രൈമിലേക്കും അവിടെ നിന്ന് നസറത്തിലേക്കും ഓടിപ്പോവുക, തൻ്റെ മകൻ എല്ലാവരാലും അവഹേളിക്കപ്പെട്ട് പരിഹാസപാത്രമാക്കപ്പെട്ട് കുരിശിൽ കിടന്ന് മരിക്കുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കുക, ഇവയെല്ലാം ഒരു പരാതിയോ പിറുപിറുപ്പോ കൂടാതെ ക്ഷമയോടെ സഹിക്കുകയായിരുന്നു വിശുദ്ധ കന്യകമറിയാം. തന്മൂലം ദൈവത്തോടുള്ള തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുവാൻ അവൾക്ക് സാധിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഭാഗ്യപൂർണയായ നിൻ്റെ മാതാവിൻ്റെ അപേക്ഷയെ ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ വിശുദ്ധ സ്നേഹം കൊണ്ട് ഞങ്ങളെ നീ അരകെട്ടിക്കണമേ. വാഴ്ത്തപ്പെട്ട നിൻ്റെ മാതാവിനെ ഞങ്ങൾ ഇടവിടാതെ പുകഴ്ത്തുകയും നിന്നെ സ്തുതിക്കുന്നവരുടെ ആശ്വാസസ്ഥിതിയിലേക്ക് വന്നു ചേരുകയും ചെയ്യണമേ. നിൻ്റെ ഏകജാതനായ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ.